അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. നമുക്കറിയാം ഈ മാസം 23 മുതൽ 26 വരെയൊക്കെയായിട്ട് മാർക്കോ റൂബിയോ ഡൽഹിയിൽ തന്നെയുണ്ട്. ഇന്ന് ആദ്യമായിട്ട് തന്നെ അദ്ദേഹം കൊൽക്കത്തയിൽ വന്ന് വിമാനമിറങ്ങി. അതിനുശേഷം ഇന്ന് ഉച്ചയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഒരു ഔദ്യോഗികമായ ഒരു സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ സന്ദർശനത്തിനിടയിലാണ് മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ട്രംപ് പറഞ്ഞതനുസരിച്ച് ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാ തീർത്ത് ഹാളിൽ വെച്ച് നടന്ന അതീവ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയിലാണ് റൂബിയോ ഈ ക്ഷണം കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെ കുറിച്ച് ഇരുവരും 1 മണിക്കൂറിലധികം നീണ്ട ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാഷിംഗ്ടൺ സന്ദർശനം ഉണ്ടായിരിക്കുമെന്നാണ് US അംബാസിഡർ സെർജിയോ ഗോർ വ്യക്തമാക്കുന്നത്. തന്റെ കന്നി ഇന്ത്യൻ സന്ദർശനത്തിനായി ശനിയാഴ്ച രാവിലെയാണ് മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് എത്തിയത്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് അദ്ദേഹം ആദ്യം ഇറങ്ങിയത്. അവിടെ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആഗോള ആസ്ഥാനമായ മദർ ഹൗസും അതിനോട് ചേർന്നുള്ള നിർമ്മല ശിശുഭവൻ എന്ന അനാഥാലയവും അദ്ദേഹം സന്ദർശനം നടത്തി. ഭാര്യ ജനറ്റ് റൂബിയോ, US അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരോടും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ഒരു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കൊൽക്കത്തയിൽ സന്ദർശനം നടത്തുന്നത് ഇതാദ്യമാണ്. കൊൽക്കത്തയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഉച്ചയോടെ ഡൽഹിയിലേക്ക് എത്തിയത്. എന്നിട്ടാണ് പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയിരിക്കുന്ന റൂബിയോ ഞായറാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായി ഹൈദരാബാദ് ഹൌസിൽ വെച്ച് വിപുലമായ ഒരു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അമേരിക്കയിൽ നിന്നുള്ള LNG അസംസ്കൃത എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ താരിഫ് നയങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിക്കും. തുടർന്ന് അദ്ദേഹം ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളും സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മെയ് 26 ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ നിർണായക സമ്മേളനത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ ചൈനീസ് കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ക്വാഡ് യോഗം വലിയ ഊന്നൽ നൽകുമെന്നാണ് സൂചന. കൊൽക്കത്തയിലെ സെന്റ് തെരേസാസ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൗസും അദ്ദേഹം സന്ദർശനം നടത്തി. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനം സന്ദർശിച്ച റൂബിയോ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. US അംബാസിഡർ സെർജിയോ ഗോറിനും മറ്റു ഉദ്യോഗസ്ഥർക്കുമൊപ്പം കൊൽക്കത്ത സന്ദർശന വേളയിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന കുട്ടികളുടെ ഭവനമായ നിർമ്മല ശിശുഭവൻ റൂബിയോ സന്ദർശനം നടത്തിയത്. ഈ മാസം 23 മുതൽ 26 വരെയാണ് റൂബിയോയുടെ ഇന്ത്യയിലെ സന്ദർശന പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. കൊൽക്കത്തയ്ക്ക് പുറമെ ആഗ്ര, ജയ്പൂർ, ഡൽഹി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി നടത്തുന്ന നിർണായക ചർച്ചകൾക്കും ക്വാഡ് രാഷ്ട്രങ്ങളിലെ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും രാജ്യാന്തര നയതന്ത്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്.